ഹലോ ഫ്രണ്ട്സ്, എസ്.ജെ. ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കുഴിമന്തിയാണ്. കുക്കറും കുഴിയുമില്ലാതെ നമുക്ക് ഒരു കുഴിമന്തി എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന് നോക്കാം. മന്തി ഉണ്ടാക്കാൻ നമുക്ക് സ്കിന്നോട് കൂടിയ ഒരു ചിക്കൻ ആവശ്യമാണ്. 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഉപ്പും പച്ചമുളകും ചേർത്ത് ഹാഫ് ബോയിൽ ചെയ്തെടുക്കുക. ഹാഫ് ബോയിൽ ചെയ്യുന്നത് നമ്മുടെ മന്തിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇതിൻ്റെ സ്റ്റോക്ക് കളയരുത്. ഇനി നമുക്ക് മന്തി മസാല ഉണ്ടാക്കാം. അതിന് വേണ്ട ചേരുവകളാണ് പറയുന്നത്. മുഴുവൻ മല്ലി 2 ടീസ്പൂൺ, കൊല്ലം മുളക് ഒരു 6 എണ്ണം, പട്ട ഒരു 5-6 കഷ്ണം, ഗ്രാമ്പു 1/2 ടീസ്പൂൺ, ഏലക്ക 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, ചെറുജീരകം 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ. എല്ലാം കൂടെ നല്ല ചെറു തീയിൽ വറുത്തെടുക്കുക. ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇട്ട് ഒന്നും കൂടെ ചൂടാക്കിയെടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കുക. പൊടിച്ചു വച്ചിരിക്കുന്ന മന്തി മസാല 4 ടീസ്പൂൺ എടുത്ത് മാറ്റി വച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് കൊണ്ട് കുഴച്ചെടുക്കുക. അതുകൊണ്ട് ആ മസാല കൊണ്ട് ചിക്കന് ശരിക്കും തേച്ച് പിടിപ്പിക്കുക. 2 മണിക്കൂർ വയ്ക്കുക. റൈസിന് വേണ്ടുള്ള സാധനങ്ങളാണ്: സവാള 2 എണ്ണം, ക്യാപ്സിക്ക 1 എണ്ണം, തക്കാളി 1 വലുത്, അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാവുമ്പോൾ മുഴുവൻ മല്ലി 2 സ്പൂൺ, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം എല്ലാം ഇട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, ക്യാപ്സിക്കം ഇട്ട് വഴറ്റിയെടുക്കുക. അഞ്ച് മുളക് നടുവ് കീറി ഇടുക. നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 6 എണ്ണം, പച്ചമുളക് ഒരു 5 എണ്ണം, തക്കാളി 1 എണ്ണം എല്ലാം കൂടി അരച്ച് അതിലോട്ട് ഇടുക. ഒരു കിലോ അരിക്ക് 4.5 കപ്പ് വെള്ളം ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ 4 കപ്പ് ഒഴിച്ചിട്ടുള്ളൂ. 1/2 കപ്പ് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റോക്കാണ് ഒഴിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ഇടണം. നന്നായി തിളച്ച ശേഷം നമ്മൾ അരി ഇടുക. റൈസ് ഹാഫ് ബോയിൽ ചെയ്തെടുക്കണം. കടകളിൽ കുഴിമന്തി ഉണ്ടാക്കുന്നത് വലിയൊരു കുഴിയിൽ കനലിട്ട്
ഒരു പാത്രത്തിൽ ചിക്കനും റൈസും ഇട്ട് ഇറക്കി വെച്ച് 2 മണിക്കൂർ വേവിച്ചെടുക്കും. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് കുഴിയോ കുക്കറോ ഇല്ലാതെ ഒരു കുഴിമന്തിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അത് ചെയ്യുന്നത് ഒരു വലിയ പാത്രത്തിൽ കനലിട്ട് അതിന് മുകളിൽ ഇഡ്ഡലിച്ചെമ്പ് വെച്ച് അതിൽ റൈസും ചിക്കനും ഇട്ട് അടച്ചു വെച്ചാണ് ഇവിടെ മന്തി ഉണ്ടാക്കുന്നത്. പാത്രത്തിൻ്റെ അടിയിൽ ഞങ്ങൾ കനലിടുന്നുണ്ട്. വലിയ പാത്രം ഇല്ലെങ്കിലും ഒരു ഇഡ്ഡലിച്ചെമ്പായാലും മതി നമുക്കൊരു നല്ലൊരു മന്തി ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലിച്ചെമ്പ് കനലിൽ ഇറക്കി വെച്ച് അടിയിൽ ചെറിയ രീതിയിൽ കനലിട്ട് കനൽ കെട്ടുപോകാതെ 1 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കുക. വിറക് കത്തിച്ച് നല്ല കനലുണ്ടാക്കിയെടുക്കണം. നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിൽ കനൽ നിരത്തിയിടുക. ഇഡ്ഡലി ചെമ്പിലോട്ട് റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ചിക്കൻ വയ്ക്കുക. വേണമെങ്കിൽ ഒരു ഗ്രില്ലിൻ്റെ മുകളിലോ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൻ്റെ മുകളിൽ ചിക്കൻ വെക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളിവിടെ വെച്ചിട്ടില്ല, ഡയറക്റ്റായിട്ട് റൈസിൻ്റെ മുകളിലാണ് ചിക്കൻ വെച്ചിരിക്കുന്നത്. ഇഡ്ഡലി ചെമ്പിലോട്ട് റൈസും ചിക്കനും മാറ്റിയതിന് ശേഷം ഇഡ്ഡലി ചെമ്പ് അടച്ചു വയ്ക്കുക. പാത്രത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം ആ വലിയ പാത്രവും കവർ ചെയ്ത് വെക്കണം. പാത്രത്തിൻ്റെ അടിയിൽ തീ കത്തരുത്, കനൽ മാത്രമേ പാടുള്ളൂ. നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ആകാം ഇതിൻ്റെ വേവ്. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി തുറന്ന് നോക്കാം എന്താവോ ആവോ. സ്വാദിഷ്ടമായ കുഴിമന്തി ഇവിടെ റെഡിയാണ്. നമുക്കിനി ഒരു സെർവിങ് ഡിഷിലോട്ട് ഇത് പകർത്തിയെടുക്കാം. ചൂടോടെ ഇത് നമുക്ക് കഴിക്കാം. ഇത് മയോണീസിൻ്റെ കൂടെയും പുതിന ചട്നിയുടെ കൂടെയും തക്കാളി സോസിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഞെക്കുക.